ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന 200-300 പേരായിരിക്കും. പക്ഷേ അത്ര പേരെങ്കിലും ഇതറിയും. നിങ്ങളും മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ നിങ്ങളടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എണീറ്റ് മാറി അപ്പുറത്തേക്ക് മാറി നിൽക്കുക. അതാണ് നിങ്ങളുടെ സേഫ്റ്റി എന്ന് പറയുന്നത്. കാല് കഴിക്കാം, എന്നാലും ചീത്ത പേര് വരില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, തിരക്കുള്ള ബസ്സുകളിൽ പരമാവധി സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോകാണ്ടിരിക്കുക. ഇനി നല്ല തിരക്കുണ്ടെങ്കിൽ ബസ്സിൽ കയറാണ്ടിരിക്കുക, അടുത്ത ബസ്സിൽ പോവുക, ഓട്ടോ വിളിച്ച് പോവുക, എന്തെങ്കിലും ചെയ്യുന്നാലും ചീത്ത പേരിനോടോ ഒന്നും വരില്ല ബാക്കിയുള്ള ഒരു കാര്യങ്ങളും. അഥവാ സ്ത്രീകളുടെ മേത്ത് അറിയാണ്ട് തട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ മാപ്പ് ചോദിക്കുക, സോറി പറയുക. അവർ വീഡിയോ എടുക്കുകയോ ഫോൺ എടുക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ പ്രതികരിക്കുക, പോലീസിൽ വിളിച്ച് കാര്യം പറയുക, എൻ്റെ വീഡിയോ എൻ്റെ അനുവാദമില്ലാണ്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. കണ്ടിട്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി പുറത്തിറങ്ങാൻ നിൽക്കേണ്ട, അപ്പോൾ തന്നെ പ്രതികരിക്കുക. അവിടെ ആൾക്കാരുണ്ടാവും, അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്യുക. എൻ്റെ വീഡിയോ അങ്ങനെ എടുക്കുന്നുണ്ട്, ഈ സ്ത്രീ ഇന്ന രീതിയിൽ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ അങ്ങ് റിയാക്ട് ചെയ്യുക. പിന്നെ കോളേജ്, സ്കൂളുകൾ, അതുപോലെ തന്നെ ജോലി സമയങ്ങൾ എന്നിവ ഉള്ള സമയങ്ങളിൽ ബസ്സിൽ കഴിയുന്നതും കയറാണ്ടിരിക്കുക. ആ സമയങ്ങളല്ലാത്ത സമയങ്ങൾ ഓട്ടോയിലോ മറ്റു വാഹനങ്ങളോ ഉപയോഗിച്ച് വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കുക. ബസ്സിൽ പരമാവധി യാത്ര ഒഴിവാക്കുക സ്ത്രീകളുള്ള സമയങ്ങളിൽ. ഓക്കെ, കാരണം നമുക്കിപ്പോൾ ബസ്സിൽ സ്ത്രീകൾ നിലവിൽ വിഭാഗം ചെയ്തിട്ടുള്ളത് അന്ധൻ ആയിട്ടുള്ളവർ, വികലാംഗരായിട്ടുള്ളവർ, കുട്ടികൾ, അതുപോലെ തന്നെ സ്ത്രീകൾ, ഇങ്ങനെയുള്ളവർക്കാണ് സീറ്റുകൾ വിഭാഗം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ തിരക്കുള്ള സമയങ്ങളിൽ ബസ്സുകൾ കയറാണ്ടിരിക്കുക. ഓക്കെ, ഇനി സ്ത്രീയോട് പറയാനുള്ളത്, അഥവാ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ച് പറയാൻ ബസ്സിൽ എല്ലാ സ്ഥലങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. 1098 എൻ്റെ ഓർമ്മയിൽ 1098 നമ്പർ, കോൾ ചെയ്യേണ്ട നമ്പർ, അതിലേക്ക് വിളിച്ച് പറയാം. ഇനി അടുത്ത പുരുഷന്മാർ ബസ്സിൽ കയറുന്ന സമയത്ത് ഇനി അഥവാ നിങ്ങൾക്ക് ചെറിയ പറ്റൂ, അർജൻറ്റാണ്, പോയേ പറ്റുമെന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് 2 കൈ ഇട്ട് ശ്രമിക്കുക. അതായത് 2 കൈയും ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴും ഇങ്ങനത്തുള്ള അപകടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം കൈ രണ്ടും ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കൈ തട്ടി എന്ന് പറയില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കാം.